ഞങ്ങൾ ലോട്ടസ് ടെമ്പിളിൻ്റെ എൻട്രിയിലാണ്. ഇപ്പം അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങൾ മൂന്നുപേരും ഇതുവരെ നിഷി ലോട്ടസ് ടെമ്പിൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ലോട്ടസ് ടെമ്പിളിലോട്ട് തന്നെ ഈ ഒരു യാത്ര നടത്തിയത്. ഇവിടെ ടിക്കറ്റ് ഉണ്ട്. എവിടെയാണ് ടിക്കറ്റ് എടുക്കണേന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ എൻട്രി ചെയ്തു. ഇവിടെ എവിടെയോ ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലമുണ്ട്. അയ്യോ, വെള്ളം ഒഴിച്ചു. बैग खोल के रखिए आप लोग सभी, बैग खोल के रखेंगे. खाने पीने का कोई भी सामान नहीं जाता है. ഇവിടെ ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ടേ കയറ്റത്തുള്ളൂ. കുറച്ച് ദൂരം നടക്കാനുണ്ട്. നല്ല മൊട്ടം വെയിലാണ്. മലയാളത്തിൽ പറയാൻ ഞാനുണ്ട് ഇവിടെ. हाँ हाँ वही है तो ठीक है, लेकिन वहाँ तक जाने के लिए कितना दूर चलना पड़ेगा? बहुत धूप है. सुबह तो बारिश था. हाँ, हल्का फुल्का बारिश था ना. ഇവിടെ വന്നേ നമ്മൾ മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇത് മറ്റേ സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുറേ മലയാളികൾ അവിടെ ഇവിടെ നിന്ന് വരും. तो लोटस टेम्पल है, हम लोग अभी पहुंचने वाला है. थोड़ा दूर है, बहुत लोग है इधर. आज വെയിൽ ഭയങ്കരമാണ്, രക്ഷയില്ല. പിന്നെ അവിടെ ചെന്നാലെങ്കിലും പീസ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. എന്തേ ഇവിടെ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോൾ അതെ ഇവിടെ വന്നപ്പം കൊടും വെയിൽ. സമാധാനം അതിനകത്ത് ഭയങ്കര രസമാണ് നമുക്ക് ചെന്നിരിക്കാൻ. നീ പലതും തെറ്റിദ്ധരിക്കും. തെറ്റിദ്ധാരണ ഒരു തെറ്റല്ല മകളെ. ഓ, ഞാൻ പറഞ്ഞ തെറ്റിദ്ധരിക്കും. അപ്പോൾ ഇത് ലോട്ടസ് ടെമ്പിള്. ഇനി അടുത്തുള്ള വ്യൂ അങ്ങോട്ട് ചെന്നിട്ട് കാണിച്ചു തരാം. ദൂരെ നിന്ന് കാണാനാണിത് ഭംഗിയെന്ന് പറഞ്ഞാൽ. ഇതൊരു ടെമ്പിളാണെന്ന് ചിന്തിച്ചാൽ ഇതൊരു ടെമ്പിളല്ല. എല്ലാവരും തെറ്റിദ്ധരിക്കും ഇതൊരു ടെമ്പിളാണെന്ന്. അല്ല, ഇതെല്ലാം മതങ്ങൾക്കും വരാൻ പറ്റുന്ന അങ്ങനെ എന്തൊരു സംഭവമല്ലേ ഇത്. ഈശോയൊക്കെ പോകുമ്പോഴുള്ള ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിറയെ കോയിൻസ് കാണാം. പക്ഷെ വെള്ളം ഒന്ന് മഴയത്തായതുകൊണ്ട് കലങ്ങിയതുണ്ടാന്ന് തോന്നുന്നു. ആക്ച്വലി ഇവിടുത്തെ കോയിൻസ് നമുക്ക് കുറേശ്ശെ കാണാൻ പറ്റും. ഇവിടെ വരുന്നവരെല്ലാം ഇതിനകത്ത് കോയിൻസ് ഇട്ടിട്ട് പോകാറുണ്ട്. ഇപ്പം ഞാൻ സമാധാനത്തിൻ്റെ നെല്ലിപ്പലകയാണ്. കണ്ട മുഖം ചുവന്നത് കണ്ട, ദേഷ്യം കണ്ടു. ഒരുത്തൻ്റെ അടുത്തുള്ള ഒരു ദേഷ്യം കൊണ്ട് മാത്രം മുഖം ചിരിക്കുന്ന. അയ്യോ, ഇതിനകത്ത് കയറണമെങ്കിലേ ക്യൂ നിൽക്കണം. അമ്പടി നമ്മൾ അണ്ണം പറയണം ഇല്ലേ, അമ്പടി എന്നാലേ രസമുള്ളൂ. നിഷി മോനെ വീഡിയോ കാണിച്ചു കൊടുക്കുന്ന തിരക്കിലാണ്. സുവനീർ എന്തെങ്കിലും മേടിക്കാൻ കിട്ടുമായിരിക്കും. കണ്ടാ മുഖം ചുവന്നത് കണ്ടാ, ചേച്ചിയുടെ മുഖം ചുവന്നത് കണ്ടാ, ദേഷ്യം കൊണ്ട് ചുവന്നതാ. ഒരുത്തനിട്ട് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം. ഇപ്പം സമാധാനത്തിന് നെല്ലിപ്പലക ഞാനാണ്. നിഷി ഇപ്പം സ്റ്റാറായിട്ടുണ്ട്. എന്തായാലും ഈ സമാധാനത്തിൻ്റെ നെല്ലിപ്പലക കൊണ്ട് നമ്മൾ മേളപ്പെടുത്തുമെന്ന് അറിയത്തില്ല. ലേറ്റായി പോയോ നമ്മൾ? ഇല്ല, നമ്മൾ ക്യൂവിലാണ് ലോട്ടസ് ടെമ്പിളിൻ്റെ മേളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. क्यू पूरा होगा तब हम लोग को ऊपर जा सकता है. लेकिन ऊपर बहुत काम एंड क्वाइट है. बहुत पीस माइंड आ जाएगा. बहुत ठंड है. എന്താ പറയാനാ, ഈ ചൂടൊന്നും അവിടെ ഉണ്ടാകത്തില്ല. ഇത്രയും നേരം നമ്മൾ യാത്ര ചെയ്ത് വന്ന ഈ ചൂടും ഈ നടന്ന ചൂടും എല്ലാം അതിനകത്ത് കയറുമ്പോഴത്തേക്ക് എല്ലാം മാറും. ഭയങ്കര രസവും നല്ല തണുപ്പാണ് അതിനകം. അതിനകത്ത് ആരും സംസാരിക്കാറൊന്നുമില്ല. ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ലോട്ടസ് ടെമ്പിളിൻ്റെ മുമ്പിലെത്തി. വന്ന ഇല്ല മാർബിള്. ആക്ച്വലി ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോട്ടോയും വീഡിയോ ഒന്നും അല്ല. അതെല്ലാവരും സൈലൻ്റ് ആക്കി നമുക്കത് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. ഇതാണ് ലോട്ടസ് ടെമ്പിളിൻ്റെ പുറത്തു നിന്ന് കാണുന്ന ഒരു പാർട്ടെന്ന് പറയുന്നത്. ഒരു തുമ്പി എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു.
ഇനി ലോട്ടസ് ടെമ്പിൾ കണ്ടിട്ടില്ല എന്നുള്ളവർക്ക് ഇത് കാണാം. ഇത് മേളിൽ കയറാനുള്ള ക്യൂ ആണ്. ഒത്തിരി ആളുകൾ വരുന്നുണ്ട് ലോട്ടസ് ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട്. ഓരോന്നിൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് അറിയാൻ പറ്റും. ഒരു രാജസ്ഥാനി ചേച്ചി നിഷിയുടെ ബാഗിൽ പിടിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ കുറച്ചെന്തോ ഇതെന്തോ പറയൂടാ അതിൻ്റെ പേര്, കയ്യിലിടുന്ന രാജസ്ഥാനീൻ്റെ ഒരു വള മോഡല്. അപ്പോൾ 100 രൂപയ്ക്ക് 4 എണ്ണം തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ വാങ്ങുന്നില്ല. ചേച്ചി വീണ്ടും നമ്മളടുത്ത് ആണോ, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടും ചേച്ചി ഞങ്ങളെ കൂടെ പിന്തുടരുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ലോട്ടസ് ടെമ്പിളിൻ്റെ അവിടുത്തെ പാർക്കിങ്ങിലാണ്. ഈ പാർക്കിങ്ങിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ബില്ലെടുത്തപ്പോൾ അതിനകത്ത് പിന്നെ അവർ 10, 20 അതുപോലെ 50, 1 മണിക്കൂർ കഴിഞ്ഞാലാണ് 50 വരുന്നത്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങളടുത്ത് പറഞ്ഞു 50 രൂപ വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബില്ലിൽ നോക്കിയപ്പോഴത്തേക്ക് 20 ഉള്ളൂ. അപ്പോൾ ഞാൻ 20 രൂപയായിട്ട് ഞാൻ അവരുടെ അടുത്ത് പോയി. അപ്പോൾ പറയുക 30 വെച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് 60 രൂപ കൊണ്ട് വെച്ചിട്ട് പോയി. കാരണം അവർ നോക്കുമ്പോൾ ഇവിടത്തുകാരല്ലല്ലോ, പുറത്തുനിന്ന് വരുന്നതാണല്ലോ, പെണ്ണുങ്ങളാകുമ്പോൾ പെട്ടെന്ന് പറ്റിക്കാമല്ലോ എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലോട്ടസ് ടെമ്പിളിൻ്റെ അവിടെ വരുന്നവർ ശ്രദ്ധിക്കുക. അതിൽ എമൗണ്ട് എഴുതിയിരിക്കുന്ന ഇവർ ചോദിക്കുന്ന പൈസ കൊടുക്കരുത്. മാന്യമായിട്ടുള്ള അതിനകത്ത് എഴുതിയിരിക്കുന്ന പൈസ കൊടുത്ത് നിങ്ങൾ പാർക്കിങ്ങിൻ്റെത് അടയ്ക്കുക. വെറുതെ പൈസ എടുത്തിട്ട് കൊടുക്കരുത്.